മമ്മൂട്ടിയുടെ അഭിനയത്തെ അഭിനന്ദിച്ച് കുറിപ്പുമായി യക്കോബായ നിരപടം ഭദ്രാധിപൻ ഗിർവനീസ് ലൂക്കാസ്. ഇന്ത്യൻ സിനിമയുടെ മെത്തേഡ് ആക്ടിംഗ് അവസാന വാക്കാണ് മമ്മൂട്ടി എന്നും ഇന്ത്യൻ സിനിമയുടെ ഡാനിയൽ ഡെ ലൂയിസ് ആണെന്നും റോബർട്ട് ഡി നീറോ ആണെന്നും അദ്ദേഹം ഗിർവനീസ് മാർ കൊറിയാക്കോസ് പറഞ്ഞു. തൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ കൊണ്ടും മതസ്വത്വം കൊണ്ടും ഇത്രമേൽ അവഗണിക്കപ്പെട്ട മറ്റൊരു നടനും ഇന്ത്യൻ സിനിമയിൽ ഉണ്ടാവില്ലെന്നും അദ്ദേഹം കുറിച്ചു. മമ്മൂട്ടിയുടെ ഇളം തലമുറ പാഠപുസ്തകമാക്കണമെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. ഫേസ്ബുക്കിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: നിങ്ങൾ ഇത് എന്ത് ഭാവിച്ച മമ്മൂക്ക? കുറച്ച് ദിവസം മുമ്പ് കുവൈറ്റിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങുമ്പോൾ യാത്രയിലാണ് കുവൈറ്റ് എയർഫ്ലൈറ്റ് ഫ്ലൈറ്റിൽ ബ്രഹ്മയുഗം മൂവി കണ്ടത്. അപ്പോൾ മനസ്സിൽ ചോദിച്ച ചോദ്യങ്ങൾ മുകളിലേക്ക് കുറിച്ചത്: ഇന്ത്യൻ സിനിമയിൽ മെത്തേഡ് ആക്ടിംഗ് മമ്മൂട്ടി അവസാന വാക്കാണ്. പരകായ പ്രവേശം അതിൻ്റെ ഔന്നത്യം പ്രാപിക്കുന്നു എന്ന മഹാനടിൽ ഒരു കഥാപാത്രമായി മാറാൻ അദ്ദേഹം ചെയ്യുന്ന ഗ്രഹപാഠം. ഇന്ത്യൻ സിനിമയിലെ ഡേനിയൽ ഡേ ലൂയിസ് ആണോ റോബർട്ട് ഡൈ നീറോ എന്നോ വിളിക്കാവുന്ന ഉയരത്തിലാണ് അദ്ദേഹത്തിൻ്റെ പകർന്നാട്ടം. എബ്രഹാം ലിങ്കനെ അവതരിപ്പിച്ച ഡാനിയൽ ഡേ ലൂയിസ് ഷൂട്ടിംഗ് തീരുന്നതുവരെയും ആ കഥാപാത്രത്തിൽ നിന്നും പുറത്തു വന്നിട്ടില്ല എന്ന് വായിച്ചിട്ടുണ്ട്. മമ്മൂട്ടി അംബേദ്കർ ചെയ്തപ്പോഴും നടത്തിയ ഗവേഷണം, ഇന്ത്യൻ ഭാഷ, ആക്സന്റ് പരിശീലനം എല്ലാം നടനം എത്ര ഗൗരവമായിട്ടാണ് എടുക്കുന്നതെന്നതിൻ്റെ സൂചനയാണ്. ടാക്സി ഡ്രൈവറായി അഭിനയിക്കാൻ ജീവിതത്തിൽ ഡൈനീറ്റോ ടാക്സി ഡ്രൈവർ ആയതുപോലെ ആകാരഭംഗിയും ശബ്ദ സൗകര്യമാരും അപാര ശബ്ദവിന്യാസം ഇത്രമേൽ സമന്വയിപ്പിച്ച മറ്റൊരു നടനെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. ഭാഷയുടെ വൈവിധ്യങ്ങൾ ഇത്രമേൽ വഴങ്ങുന്ന മറ്റൊരു നടനുമില്ല. സൂക്ഷ്മാഭിനയം മമ്മൂട്ടിയിൽ പൂർണ്ണത കൈവരിക്കുന്നു. ശരീരഭാഗങ്ങളുടെ ചലനം ഇത്രയും ഭാവഗംഭീരമായി അവതരിപ്പിക്കാൻ മമ്മൂട്ടിക്കുള്ള കഴിവ് അപാരമാണ്. അമരത്തിലും ഉദ്യാലപാലനിലും അദ്ദേഹത്തിന് നടപ്പ്, ഭ്രമയുഗത്തിലെയും ഭൂതക്കണ്ണാടിയിലെ നോട്ടം ഒക്കെ ഈ ഭാവന നിർമ്മലമായ അഭിനയ പൂർണ്ണതയുടെ അടയാളമാണ്. കണ്ണുകൾ കൊണ്ട് മാത്രം പേടിപ്പിക്കാനും കരയിപ്പിക്കാനും ചിരിപ്പിക്കാനും കഴിയുന്ന അപൂർവ നടന്മാരിൽ ഒരാൾ. ഒരു വടക്കൻ വീരകഥ, അമരം, വാത്സല്യം, കാഴ്ച, മൃഗയ, വിധേയൻ, ഭൂതക്കണ്ണാടി, മതിലരുകൾ, പാലേരി മാണിക്യൻ, പൊന്തമ്മാട, പ്രാഞ്ചിയേട്ടൻ, അരയന്നങ്ങളുടെ വീട്, യാത്ര, ന്യൂഡൽഹി, നിറക്കൂട്ട്, അങ്ങനെ എത്ര എത്ര ചിത്രങ്ങൾ കൂടി മമ്മൂട്ടി നമ്മളെ വിസ്മയിച്ചിട്ടുണ്ട്. ഇനിയും അഭിനയിക്കാനുള്ള അടങ്ങാത്ത ആർത്തി അദ്ദേഹത്തിൻ്റെ ആ ഭാഷയിലുണ്ട്. ഇനിയും മൂർച്ച കൂട്ടാൻ പാകത്തെ തേച്ചു മിനുക്കാൻ കഴിയുള്ള സംവിധായകരുടെ കയ്യിൽ എത്തിക്കട്ടെ.